ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ഏഷ്യ സ്പൈസി ടേസ്റ്റ് വേൾഡ്. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ലഡുവാണ്. ഈ ഒരു ലഡു ദിവസവും ഓരോന്നും നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന വ്യത്യാസങ്ങളൊക്കെ നമുക്ക് നേരിൽ കാണാം. ഇത് ഹൈ എനർജി, ബ്രെയിൻ ബൂസ്റ്റിംഗ്, പ്രോട്ടീൻ ആൻഡ് കാൽസ്യം റിച്ച് ഉള്ള ഒരു ലഡുവാണ്. വളരെ ടേസ്റ്റി. വെറും ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ ഒരു ലഡു തയ്യാറാക്കാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന എനിക്ക് റെസിപ്പി എല്ലാവരും സ്കിപ്പ് ചെയ്ത് കണ്ടല്ലോ. കണ്ടതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു അടിപൊളി ഹെൽത്തി ആയിട്ടുള്ളൊരു ലഡു എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം കേട്ടോ. അപ്പോൾ അതിനായി നമുക്കൊരു മിക്സി ജാർ എടുക്കാം. മിക്സി ജാറിലോട്ട് നമുക്ക് 1 കപ്പ് പൊട്ടുകടല ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് സ്പ്ലിറ്റഡ് അല്ലാത്ത പൊട്ടുകടലയാണ്, നമ്മുടെ റോസ്റ്റഡ് ഗ്രാമാണ്. അത് 1 കപ്പ് നമ്മുടെ മിക്സി ജാറിലോട്ട് ചേർത്തതിന് ശേഷം നമുക്കിതിലോട്ട് 1/4 കപ്പ് നമ്മുടെ ബാദാമും കൂടെ ചേർത്ത് കൊടുക്കാം. ബാദാം ചേർത്തതിന് ശേഷം നമുക്കിതിലോട്ട് 1 കപ്പ് ഫോക്സ് സീഡ്, അതായത് ഫോക്സ് നട്ട്സ് അല്ലെങ്കിൽ നമ്മുടെ ലോട്ടസ് സീഡ് എന്ന് പറയുന്ന ഈ ഒരു മഖാന നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. 1 കപ്പാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. മഖാനയ്ക്ക് ഉണ്ടാകുന്ന ഗുണങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് ഓൾറെഡി ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ കാണുക. അതിൽ എല്ലാ രീതികളും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂണ് കറുത്ത എള്ളാണ്, സെസം സീഡ്, ബ്ലാക്ക് സെസം സീഡ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ലിഡിറ്റ് ക്ലോസ് ചെയ്ത് ഫൈൻ പൗഡറായിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. നോക്കിക്കോളൂ, നന്നായിട്ട് ഇവിടെ ഫൈൻ പൗഡറായിട്ട് നമ്മളിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ടെക്സ്ചർ നോക്കിക്കോളൂ, നന്നായിട്ടൊന്ന് പൊടിഞ്ഞെടുത്തിട്ടുണ്ട്. ഏകദേശം കുറച്ച് തരിതരിപ്പ് ഉണ്ടാവും, പക്ഷേ അത് കുഴപ്പമൊന്നുമില്ല. നല്ല പ്രത്യേക ഒരു ടേസ്റ്റാണ്. നമ്മൾ കഴിക്കുമ്പോൾ ഒരു ചെറിയതായിട്ടൊന്ന് കടിക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ്. ലിറ്റിട്ട് ക്ലോസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കാം. അടുപ്പത്ത് വെച്ച് നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം നമുക്കിതിലോട്ട് 1 ടേബിൾ സ്പൂണ് നെയ്യ് ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. നെയ്യ് നന്നായിട്ടൊന്ന് മെൽറ്റായി വന്നതിന് ശേഷം ഇനി നമുക്കിതിലോട്ട് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു മിക്സൃതം നമുക്ക് ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അതായത് മഖാന, ബാദാം ഈ വകയെല്ലാം നമ്മൾ പൊടിച്ച് വെച്ചിട്ടില്ലായിരുന്നു. അത് നമുക്ക് ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. നല്ലൊരു എറോമ, അതായത് നല്ലൊരു സ്മെല്ലുണ്ടാവും ഇതൊന്ന് റോസ്റ്റായി വരുമ്പോഴത്തേക്കിന്. അപ്പോൾ ഒരു 3 മിനിറ്റ് ഏകദേശം ടൈം എടുക്കും നമ്മളിത് റോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ. അപ്പം നമുക്ക് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ഈ ഒരു പൊടി നന്നായിട്ടൊന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട്. നല്ലൊരു എറോമ വരുന്നുണ്ടായിരുന്നു. അപ്പം നമുക്ക് ആ ഒരു ഫ്ലെയിമിൽ നിന്ന് അത് മാറ്റി വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കൊരു ബൗളിലോട്ട് 1 കപ്പ് നമ്മൾ ശർക്കര ആഡ് ചെയ്ത് കൊടുക്കാം. ശർക്കര ആഡ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് ഒരു 1/4 കപ്പ് വെള്ളവും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ശർക്കര ഇവിടെ നന്നായിട്ടൊന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അരിക്കണമെങ്കിൽ അരിച്ചെടുക്കാം. ഞാനിവിടെ നല്ല ഫ്രഷ് ആയിട്ടുള്ളൊരു അരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, കല്ലൊന്നും ഇല്ലാത്ത ശർക്കരയാണ് മെൽറ്റ് ചെയ്തിരുന്നത്. അതുകൊണ്ട് ഞാൻ ഇവിടെ അരിച്ചെടുക്കുന്നില്ല കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ കുറച്ച് മുന്നേ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊടിയിലോട്ട് 1 ടീസ്പൂണ് നമ്മുടെ കാർഡമൺ പൗഡർ, ഏലക്കായ പൊടിച്ചതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ജാഗറി സിറപ്പ്, ശർക്കരയുടെ ആ ഒരു പാനി നമുക്കിതിലോട്ട് കുറേശ്ശെ ആഡ് ചെയ്ത് ആവശ്യമനുസരിച്ച്, അതായത് നമുക്ക് ബോൾ ഉരുട്ടുന്ന പരുവം നമുക്ക് ആവുന്ന ആ ഒരു ടെക്സ്ചർ ആവുന്നിടം വരെ നമുക്ക് ശർക്കര ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ എടുത്ത അളവ് അനുസരിച്ചാണെങ്കിൽ കറക്റ്റ് അളവാണ്. അപ്പോൾ ഈ ഒരു അളവിൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ശർക്കര മുഴുവനോടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ശർക്കര പാനി നമ്മൾ നന്നായിട്ടൊന്ന് മുഴുവനോടെ ഒഴിച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ആ ഒരു ശർക്കരയും എല്ലാം നന്നായിട്ട് യോജിച്ച് വരുന്നിടം വരെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു സ്റ്റൗവിൽ നിന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ലഡുവിൻ്റെ ഷേപ്പാക്കി നമുക്ക് ഉരുട്ടിയെടുക്കാം. കുറേശ്ശെ നമുക്ക് ഏത് വലുപ്പത്തിലാണ് ലഡു വേണ്ടത് ആ ഒരു വലുപ്പത്തിൽ നമുക്ക് ഇതിൻ്റെ ബോൾസ് ആക്കി ഉരുട്ടിയെടുക്കാം. ഞാനിവിടെ ഒരു കുഞ്ഞു നാരങ്ങയുടെ വലുപ്പത്തിലാണ് ലഡു തയ്യാറാക്കുന്നത്. അപ്പം ഇതുപോലെ നന്നായിട്ട് എന്ത് ഈസി ആയിട്ട് നമ്മൾ കൈമേ നെയ്യ് തട ഒന്നും ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഈ ഒരു പരുവത്തിൽ നമ്മൾ കറക്റ്റ് മെഷർമെൻറ്റിൽ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ലഡു തയ്യാറാക്കാം കേട്ടോ. അപ്പം ഇതുപോലെ ലഡു ഒന്ന് തയ്യാറാക്കിയതിന് ശേഷം നമുക്ക് കുറച്ച് ബാദാം ഞാനിവിടെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മേലെ കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ ബാദാമും കൂടെ നന്നായിട്ട് അതുപോലെ പിടിച്ച് വരുമ്പോഴത്തേക്കിന് ആ ഒരു ക്രഞ്ചിനേഷൻ പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ബാക്കി എല്ലാം ലഡൂസ് നമുക്ക് റെഡിയാക്കി ഒന്ന് പ്ലേറ്റിലോട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ കുട്ടികൾക്കായി നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു നമ്മുടെ ലഡു ഇവിടെ തയ്യാറായിട്ടുണ്ട്. ആ ഒരു ഉള്ളിൽ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ ആ ഒരു ടെക്സ്ചർ നോക്കിക്കോളൂ, എന്ത് സോഫ്റ്റ് ആയിട്ടാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നമ്മുടെ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഫാമിലി മെമ്പേഴ്സിനും റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് നമ്മളെന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടാതെ ഇതുപോലെ നല്ല റെസിപ്പിക്കായി ഏഷ്യ സ്പൈസി ടേസ്റ്റ് വേൾഡ് ചാനൽ ഒന്ന് ഫോളോ ആൻഡ് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്തേക്കാം. അടുത്ത നല്ലൊരു റെസിപ്പി കൊണ്ട് വരുന്നതിന് വരെ എല്ലാവരും സ്റ്റേ ട്യൂൺ, ബി ഹാപ്പി ആൻഡ് കീപ് സ്മൈലിംഗ്.
താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ.